വന്ന് കണ്ട് കോൺട്രസെപ്റ്റീവ് വേണമെന്ന് പറയുന്ന വളരെ എന്താ പറയാ വിരലുണ്ടാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് പോകുന്നവർക്ക് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒന്ന് കൗൺസിൽ ചെയ്ത് വിടാനായിട്ടൊരു ഓക്കെ. ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ ആരും വന്ന് ഇങ്ങോട്ട് വന്ന് കോൺട്രസെപ്റ്റീവ് വേണമെന്നോ എനിക്ക് പില്ല് വേണമെന്നോ പറയുന്നവർ വളരെ ചുരുക്കം ആൾക്കാരാണ്. ഡെലിവറി കഴിഞ്ഞവർ ചിലപ്പോൾ വരാറുണ്ട് കോപ്പർട്ടി ഇടാൻ. പിൽസ് ഒന്നും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു ഇതില്ലാതെ എടുക്കുന്നത് അഡ്വൈസബിൾ അല്ല. ബിക്കോസ് ഇപ്പൊ നമ്മൾ ഏത് പേഷ്യന്റ് വരുവാണെങ്കിലും അവരെ എന്നാ നിങ്ങൾക്ക് ഇത് എടുത്തോന്ന് നേരെ പറയല്ലേ ചെയ്യണേ. അവരുടെ എല്ലാ ഹിസ്റ്ററി മുഴുവൻ എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ, അവരുടെ ഉദ്ദേശം എന്താ, എത്ര നാളത്തേക്കാണ് അവർ ഈ കോൺട്രസെപ്ഷൻ പ്ലാൻ ചെയ്യുന്നത്, മറ്റ് പീരിയഡ് റിലേറ്റഡ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ, ഇതെല്ലാം അസസ് ചെയ്ത് അവരുടെ സ്യൂട്ടബിലിറ്റി അസസ് ചെയ്ത് അവർക്ക് ഓപ്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യണത്. ഇന്ന മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിൽ നിന്ന് ചൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ഒരാൾക്ക് ഇപ്പോൾ പിൽസ് ഓക്കെ അല്ല എന്ന് വരുന്ന കണ്ടീഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ വെറുതെ വാങ്ങിച്ച് കഴിക്കുന്ന അഡ്വൈസബിൾ അല്ല എന്നുള്ളത്. അതായത് ഗർഭനിരോധന മാർഗങ്ങൾ എടുക്കുന്നതിന് മുൻപും നമ്മൾ കുറെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ? അതെ അതെ. സാധാരണ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം പില്ല് വഴി നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എന്താ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പിൽസ് എങ്ങനെ കറക്റ്റ് എങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ എത്ര ദിവസത്തിൽ കഴിക്കണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അത് മിസ്സായി പോയി കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ടോ, പിൽസ് കഴിക്കുന്നതുകൊണ്ട് സൈഡ് എഫക്ട്സ് വരാൻ സാധ്യതയുള്ള ആളാണോ ഞാൻ, അത് ഹിസ്റ്ററി അനുസരിച്ച് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഇപ്പോൾ BP ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുതലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഓൾറെഡി പണ്ട് ക്ലോട്ട് വന്ന ആൾ, അങ്ങനെയുള്ളവർക്കൊന്നും പിൽസ് സ്യൂട്ടബിൾ അല്ല. അത് പിൽസിൽ തന്നെ പല ടൈപ്പ് പിൽസ് ഉണ്ട്. ഇപ്പൊ ഫീഡ് ചെയ്യുന്ന ഒരു മദർ ആണെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന പിൽസ് ആയിരിക്കില്ല യൂസ് ചെയ്യുക, വേറെ പ്രൊജസ്ട്രോൺ പിൽസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ അത് അതൊരു ലേഡി പേഴ്സണിന് എങ്ങനെയാ അത് ചൂസ് ചെയ്യാൻ പറ്റുക. വല്ല ഗൂഗിളിലൊക്കെ ChatGPT ഒക്കെ ഇട്ട് ചോദിച്ച് അല്ല അതെനിക്കറിയില്ല. പൊതുവിൽ അങ്ങനെ മുമ്പ് ഈ IPL പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ അങ്ങനെ ഇപ്പോഴും അങ്ങനെ അത് IPL കിട്ടുന്നുണ്ട്, ഓർ ദ കൗണ്ടർ കിട്ടുന്നുണ്ട്. ആൾക്കാരത് വെറുതെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് വലിക്കും, ചിലർക്ക് വലിക്കില്ല. ബിക്കോസ് ആ കറക്റ്റ് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കില്ല അവർ കഴിക്കുന്നതെന്നുള്ളത്. അതൊരു ഭാഗ്യം പോലെ ഇരിക്കത്തുള്ളൂ. ഇഞ്ചെക്ഷൻസ് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻസ് ആണ്. അത് 3 മാസം കൂടുമ്പോൾ എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒത്തിരി പേര് കുറെ വർഷങ്ങളായിട്ട് എടുക്കുന്നതാണ്. ചില ബ്ലീഡിങ് പ്രോബ്ലംസിനും അത് കൊടുക്കാറുണ്ട് എന്നുള്ളത്. ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ പീരിയഡ്സിനെ സംബന്ധിച്ച് ബ്ലീഡിങ് കൂടുതലുള്ളവർക്കും അത് ഇഞ്ചെക്ഷൻ ആയിട്ട് എടുക്കാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർവിഷന്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ 3 മാസത്തേക്ക് 12 വീക്സ് 12 വീക്സ് നിൽക്കും. അടുത്ത ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ പ്രിഗ്നന്റ് എഫക്ട് തീരും. ലോങ് ടേം ആയിട്ട് പ്രഗ്നൻസി ആകണ്ടാത്ത രീതിയിൽ ഒരു മെത്തേഡിനും പ്രോബ്ലംസ് ഇല്ല. വന്ധ്യത എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു കാരണവശാലും ഒരു ഗർഭനിരോധന മാർഗങ്ങളും നമ്മൾ എത്തിക്കില്ല എന്നുള്ളതാണ്. ഇല്ല.